ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സൗജന്യമായി സംഘടിപ്പിക്കുന്ന പുതിയ ഒരു വെബിനാർ ഇവിടെ തുടങ്ങുകയാണ്. അതിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹൗ ടു ഫൈൻഡ് എ നിഷ് എന്നുള്ള ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഒരു നിഷ് കണ്ടെത്തുക, അതല്ലെങ്കിൽ പാഷനെ നമുക്ക് എങ്ങനെ പ്രൊഫഷൻ ആക്കാം എന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംവദിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്ത് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പല ആളുകൾക്കും നിഷ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അതല്ലെങ്കിൽ പാഷൻ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോ പാഷനിലാകാം, അതല്ലെങ്കിൽ പാഷൻ അല്ലാത്ത ഒരു മേഖലയിലായിരിക്കാം. അപ്പോ എങ്ങനെ നമുക്ക് ഒരു നിഷിനെ ഫൈൻ ചെയ്യണം, ഫൈൻ ട്യൂൺ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിലേക്ക് ചെയ്യേണ്ടത്? ഈ പാഷനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? എന്താണ് പാഷൻ? ഇതിനെ നമുക്കൊരു പ്രൊഫഷൻ ആക്കിയൊക്കെ മാറ്റാൻ പറ്റുമോ? കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ പോലെയല്ല പുതിയ കാലത്ത് ഏതൊരു ബിസിനസ് ആയി കഴിഞ്ഞാലും ഏതൊരു പ്രൊഫഷൻ ആയാലും മുന്നോട്ട് പോകുന്നത്. പണ്ട് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ, ഒരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് അതല്ലെങ്കിൽ ഒരു ഷോപ്പ് അനിവാര്യമായിരുന്നു. ഇന്ന് ഷോപ്പില്ലാതെ നമുക്ക് കച്ചവടം നടത്താം. ബില്യൺ കണക്കിന് ബിസിനസ് ഉള്ള കച്ചവടങ്ങൾ നമുക്ക് നടത്താൻ ഒരു ഷോപ്പില്ലാതെ പറ്റുന്നു എന്നുള്ളതാണ് അല്ലെ. കാറുകളില്ലാതെ അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഏതൊരു കാര്യത്തെയും നമുക്ക് ഇന്നത്തെ കാലത്ത് നിർവഹിക്കാൻ പറ്റും. അതിനുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ പഴയ ചിന്താഗതികൾ തന്നെ വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പോരാ, പുതിയ രീതികൾ അവലംബിക്കണം. നമ്മളുടെ ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് പാഷനെ പ്രൊഫഷൻ ആക്കാൻ പറ്റുക, നമുക്ക് നിഷിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു സെഷനിൽ നിന്ന് മുന്നോട്ട് പോകുക. അപ്പോ ഈ ഒരു സെഷൻ ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഫൈസൽ CA, നാട്ടിലെ തൃശ്ശൂരാണ്. ചന്ദ്രാപ്പിന്നി എന്നുള്ളതാണ് പ്രോപ്പർ സൊല്യൂഷൻ. പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് ചന്ദ്രാപ്പിന്നിയാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. നമുക്ക് പ്രധാനമായിട്ടും എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ട്രെയിനിങ് തന്നെയാണ്. സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ട്രെയിനിങ് ആണ്. അപ്പൊ ഞാന് പിന്നെ എൻ്റെ വൈഫും ഓൾറെഡി ഒരു MA സൈക്കോളജി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. BA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കേസുകളെ കുറിച്ചും ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ പറയും, ഞങ്ങളിങ്ങനെ പറയും ഓരോ കേസുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവള് പറയും ഇക്കാക്ക് എപ്പോഴും ട്രെയിനിങ് ആണ് ഇഷ്ടം എന്ന് പറയും. അപ്പൊ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് ട്രെയിനിങ്, ടീച്ചിങ്, കോച്ചിങ്, മെന്ററിങ്, ഇതൊക്കെയാണ് എൻ്റെ കുറച്ചും കൂടി താല്പര്യപ്പെട്ട മേഖല. കൗൺസിലിങ്ങിനേക്കാൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെക്കാളൊക്കെ കുറച്ചും കൂടി, എന്നാൽ ചെയ്യാറില്ല എന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ചും കൂടി എനിക്ക് താല്പര്യപ്പെട്ട മേഖല അതാണ്. അത് എത്ര സമയം വേണമെങ്കിലും ചെയ്യും. എത്ര സമയം, രാത്രി എത്ര പാതിരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോ വൈഫ് ചോദിക്കും ഇക്കാക്ക് ബോറടിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ എത്ര സമയം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബോറടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ലൈഫിൽ കിട്ടുന്ന ഒരു അനുഗ്രഹീത മുഹൂർത്തമാണ്. അതല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ജോലിക്ക് പോകും, എന്നിട്ട് നമ്മളിങ്ങനെ വാച്ച് നോക്കിയിരിക്കും അല്ലെ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അല്ലെ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാഗും ഇങ്ങനെ പിടിച്ചിട്ട് അല്ലെ ഇങ്ങനെ നിൽക്കും അല്ലെ. ബെല്ലടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഒരൊറ്റ ബെല്ലടിക്കുന്ന സമയത്ത് ഒരൊറ്റ വിടലാണ് അല്ലെ. അപ്പോ ഇതേപോലെ നമ്മളൊരു ഓഫീസിൽ അതല്ലെങ്കിൽ നമ്മളുടെ കരിയറിൽ നമ്മൾ ഇങ്ങനെ സമയം രാവിലെ പോയി 9 മണിക്ക് പോയി, എന്നിട്ട് 5 മണി എപ്പോഴാവാ, ഒന്ന് വീട്ടിലേക്ക് പോകണല്ലോ, ഇവിടെ ജോലി ചെയ്ത് മടുത്തല്ലോ എന്ന ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോലും അറിയാതെ അല്ലെ,
നമുക്ക് തന്നെ അറിയില്ല സമയം പോണത്. ചില സമയത്ത് നമ്മള് എന്താ പറയാ കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചിലപ്പോൾ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ട് വെക്കും. ബട്ട് നമ്മളുടെ ആ ഒരു വർക്കിന്റെ ഇടയിൽ നമ്മൾ അത് കുടിക്കാൻ ചിലപ്പോൾ മറന്നു പോകും. എന്തുകൊണ്ടാ? ആ ഒരു വർക്കിൽ അങ്ങനെ മുഴുകി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് നമ്മളുടെ പാഷനെയും ആ പാഷനെ കണ്ടെത്തി നമുക്ക് നിഷിനെയും ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എല്ലാവരും റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒന്ന് ആർന്നൊന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. ആർന്ന് റെഡി ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആർന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ സുലൈഹ, റിസ്ന, നൈമ. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു ഓൾ. ഒത്തിരി ആളുകൾ റെഡിയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ലൈവിൽ തന്നെ ഉണ്ട്. അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങളൊക്കെ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചവരായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയിൽ, ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഒരു മേഖല, നിങ്ങൾ ടീച്ചർ ആയിരിക്കാം, നിങ്ങൾ ഒരു കൗൺസിലർ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്മാൻ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. ആർ യു എ സ്പെഷ്യലിസ്റ്റ്? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റ് ആണോ? ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ നിങ്ങൾ ഏതായിക്കോട്ടെ, നിങ്ങൾ എന്ത് പഠിച്ചതായിരിക്കോട്ടെ, എന്തോ ആയിരിക്കോട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആണോ അല്ലേ? യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നവരുണ്ട്, നോ എന്ന് ടൈപ്പ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. കുറച്ച് പേര് നോ എന്ന് അടിക്കുന്നവരുണ്ട്. തുടക്കക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി നോ എന്ന് തന്നെയായിരിക്കും ടൈപ്പ് ചെയ്യുക, കാരണം നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടില്ല. നമ്മൾ എപ്പോഴും സെലക്ഷൻസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുക. സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ, എന്തൊരു വിഷയമായി കഴിഞ്ഞാലും നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുക. കാരണം അവർക്ക് അത് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എ ജനറലിസ്റ്റ് ക്യാൻ ഡു എവ്രിതിങ്. ഒരു ജനറൽ ഡോക്ടർ എടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം നോക്കും. ബട്ട് നമുക്കൊരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ കിട്ടേണ്ട ഒരു കാര്യം, ഒരു ചെവിയുടെ ഒരു പ്രശ്നമാണ് എങ്കിൽ നമ്മൾ ENTയുടെ അടുത്താണ് നമ്മൾ പോവുക. എക്സ്ട്രീംലി വെല്ലായിട്ട് ചെയ്യണം ഒരു വിഷയത്തെക്കുറിച്ച് എങ്കിൽ അതിൽ കുറച്ചും കൂടി മനോഹരമായിട്ട് ചെയ്യുന്ന ആളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുക. ദാറ്റ്സ് ആൻ എക്സ്പേർട്ട്, അതല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സ്കാറ്റേർഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു സംഭവം പഠിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനോട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു കാര്യം എടുത്ത് പഠിക്കും, പിന്നെ അതിനുശേഷം അതാ മറ്റൊരു കൂട്ടുകാരി വേറെ ഒന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മറ്റൊന്ന് എടുത്ത് പഠിക്കും. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഫോക്കസ് ഇല്ലാതെ, ഒരു ഗോളും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ ചെയ്യാം. ചിലപ്പോൾ സൈക്കോളജി എടുത്ത് പഠിക്കും, അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ അപ്പുറത്ത് അക്യുപഞ്ചർ എന്ന് കാണും, അപ്പൊ അക്യുപഞ്ചർ പോയിട്ട് പഠിക്കും. പിന്നെ ഇപ്പുറത്ത് കാണാം മറ്റൊന്നൊരു സംഭവം, അപ്പൊ എന്നാ അത് നോക്കാലോ, അപ്പൊ അത് പോയിട്ട് പഠിക്കും. ഇങ്ങനെ ചിലപ്പോ ചെറിയ ഇന്റർ കണക്റ്റഡ് ഒക്കെ ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് ഒരു സംഭവത്തിന്റെ ഡീപ്പർ ലെവലിലേക്ക് പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് വേറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുക എന്നുള്ള ഒരു രീതി കുറെ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നമ്മൾ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് എന്ത് വിഷയമായിരിക്കോട്ടെ, അപ്പൊ ആ വിഷയം എന്താകണം എന്നുള്ളതാണ് നമ്മുടെ നിഷ് എന്ന് പറയുന്നത് കേട്ടോ. ആ വിഷയം എന്താകണം. ഇപ്പൊ നമുക്ക് കുറെ അറിവുണ്ട്, കുറെ നോളജ് ഉണ്ട്, ഇങ്ങനെ തലയിൽ മൊത്തം അറിവാണ് നമുക്ക് മൊത്തം, അല്ലെ? ഓരോ ദിവസം എത്ര അറിവാണ് നമുക്ക് കിട്ടുന്നത്? വെറുതെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെ?
എന്താണ് ഔഷധങ്ങൾ വരെ നമുക്കറിയാം. ഓരോരുത്തർക്കും ഔഷധങ്ങളെ കുറിച്ച് പോലും അറിയാം. പുറത്ത് നടക്കുന്ന ഓരോ ഇലകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. കാരണം ഓരോ ദിവസവും ഇങ്ങനെയാണ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഭയങ്കര ഫുൾ ഓഫ് ഇൻഫോർമേഷൻ ആണ്. എന്നാൽ എന്തിനെങ്കിലും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയൂല എന്ന പോലെയാണ്. അപ്പോ ഏതെങ്കിലും ഒന്നില് സ്പെഷ്യലിസ്റ്റ് ആവുക, ഏതെങ്കിലും ഒന്നില് ഒരെണ്ണത്തില് ഏതെങ്കിലും നന്നായിട്ട് അറിയുന്ന ഒരു സാധനം, അതാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലുള്ള ഒത്തിരി ആളുകളെ നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ നിഷ് നമ്മൾ കണ്ടെത്തണം. അപ്പൊ നിഷ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയും. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. ഓക്കെ, അപ്പോ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് നിഷ് എന്നുള്ളതാണ്. നിഷ്, വാട്ട് ഈസ് നിഷ്? അപ്പൊ നിഷ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ഒരു ആകച്ചുരുക്കം തന്നെയാണ് നിഷ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകളെ, ഒരു മാസ് ഓഡിയൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നല്ല, അല്ലെ? ഈ ലോകത്തെ മൊത്തം ഫോക്കസ് ചെയ്യുക എന്നതിനേക്കാൾ ഒരു നേരോ ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഒരു വലിയ മാർക്കറ്റ്, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലെ? ഇതാണ് വലിയ മാസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഫുൾ ഒരു മാസ് മാർക്കറ്റ് ആണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെ നമ്മൾ മാസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വലിയ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതില് ഒരു കുറച്ച് ഭാഗത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇതാണ് നിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഏരിയ, ഒരു സ്പെസിഫിക് ഓഡിയൻസ്. എല്ലാ ഓഡിയൻസും വേണ്ട, ലോകത്തുള്ള കേരളത്തിലുള്ള എല്ലാ മൊത്തം ജനങ്ങളെയും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, മറിച്ച് അതിൽ കുറച്ച് ആളുകളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ചിലപ്പോ ഏതെങ്കിലും ജില്ലകളിലുള്ളവരെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷൻ ഉള്ള ആളുകളെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഏജ് ഒരു 15 to 18 മാത്രമുള്ള ആളുകളെ ആയിരിക്കാം. ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒരു നിഷ് ഉണ്ടാവുക. അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ ആ നിഷിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏത് നിഷിലേക്ക് പോകണം? കുറേ ഐഡിയാസ് ഉണ്ടല്ലോ, കുറെ അറിവുണ്ടല്ലോ. അപ്പൊ ഏത് നിഷിലേക്ക് ഞാൻ പോകണം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സംഭവമാണ്. നമ്മൾ നിഷ് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം അതിന്റെ ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ യുവർ പാഷൻസ് എന്നുള്ളത് തന്നെയാണ്. പാഷൻ. ഓക്കെ, നിങ്ങളുടെ പാഷൻ എന്താണ്? അത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ നിഷിലേക്ക് ഇറങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തിലേക്കും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അത് നമ്മളത് ഒരു ജോലിയായിട്ട് കാണുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ അത് ചെയ്യുക, നമ്മൾ അതിൽ ജീവിക്കുക. നമ്മൾ സാധാരണ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലെ, നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ, നമ്മൾ ആരോടെങ്കിലൊക്കെ സംസാരിക്കുന്നത് പോലെ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുക. ഒരു ജോലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അതിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. ആ ഏരിയ ആയിരിക്കണം നമ്മൾ നിഷായിട്ട് കാണേണ്ടത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട, നമ്മളുടെ ഡയറിയിൽ നമ്മളൊന്ന് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ മൈ പാഷൻസ്? അതായത് വാട്ട് ഈസ് മൈ പാഷൻ? എന്താണ് എൻ്റെ പാഷൻ? ഓക്കെ, എൻ്റെ ഒരു അഭിനിവേശം എന്താണ്? അല്ലെ? പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിയായിട്ട്, ഞാൻ ആഗ്രഹത്തോടെ, ഞാൻ അതിയായ സന്തോഷത്തോടെ കൂടെ, അല്ലെ? ബാബ സാർ ഇട്ട പോലെ വാട്ട് യു ലവ് ആൻഡ് വാട്ട് ലവ് വാട്ട് യു ഡു. എന്താണോ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെ? അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്, നമ്മളെ ജോലി മാത്രമല്ല കേട്ടോ, അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഇഷ്ടമുണ്ടാകുന്നത്, അതല്ലെങ്കിൽ സമയം പോകുന്നത് അറിയാത്തത്?
നമുക്ക് ചിലപ്പോ ചില ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരു ആത്മസന്തോഷം നമുക്ക് ലഭിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് എന്തൊക്കെയോ നമുക്ക് ഒരു അനുഭൂതി നമുക്ക് ലഭിക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മളിലേക്ക് തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെ ട്രെയിനേഴ്സിനോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു പ്രവർത്തനം നിർവഹിക്കുന്ന സമയത്ത് ആ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഒരു സ്നേഹം കൂടി കലർത്തി കൊടുക്കാൻ എപ്പോഴാണോ പറ്റുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രവർത്തനത്തിലാണോ അങ്ങനെ ചെയ്യുന്നത്, കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ, സിൻസിയാരിറ്റിയോടെ, അതിലിത്തിരി സ്നേഹമൊക്കെ കലർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവും അല്ലെ? ഒരിക്കലും നമുക്ക് മടുപ്പ് അനുഭവപ്പെടാത്ത, നമുക്ക് ക്ഷീണം തോന്നാത്ത ഒരു പ്രവർത്തനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അതിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് അതിനെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. രാവിലെ നമ്മൾക്ക് പലപ്പോഴും എഴുന്നേൽക്കാൻ പറ്റാത്തത് നമുക്കൊരു ഗോളും ഇല്ലാത്തത് കൊണ്ടും നമുക്കൊരു ഡിസയറും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന, അല്ല, എനിക്കൊരു ചോദ്യമില്ല, എനിക്ക് എപ്പോഴും ഒരു മടിയാ. എന്താ കാരണം? മടിയുണ്ട് കാരണം പലതും നമുക്ക് നിർവഹിക്കാനുള്ള അത്ര ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നില്ല, ഒരു ഡിസയർ ഉണ്ടാകുന്നില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് വീണ്ടും ചെയ്യണം എന്ന് ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, ദാറ്റ്സ് യുവർ പാഷൻ. ചെയ്താലും ചെയ്താലും മടുക്കാത്ത, നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ, അത് നമ്മൾ ചിലപ്പോൾ ടീച്ചിങ് ആയിരിക്കാം, ചില ആളുകൾക്ക് ടീച്ചിങ് ആയിരിക്കാം, ചില ആളുകൾക്ക് ട്രെയിനിങ് ആയിരിക്കാം, ചില ആളുകൾക്ക് കൗൺസിലിംഗ് ആയിരിക്കാം. ഇവിടെ ഷീബ മാമിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഷീബ മാമിന്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഷീബ മാം ഒരു ഇംഗ്ലീഷ് അക്കാദമി തുടങ്ങി. യെസ്, ഇറ്റ്സ് എ നിഷ്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു നിഷിനെ നമ്മൾ കണ്ടെത്തുക. അത് പാഷനിൽ നിന്നാണ്. വാട്ട് യു ലവ്. നിങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്ത് അവിടെ ഉമ്മ, അവിടെയുള്ള ഉമ്മ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരും. നമ്മള് ആ ആ ഒരു ആ ഉമ്മ വന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതി, നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. മാത്രമല്ല, അവരുണ്ടാക്കി തന്ന ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ് ആ പ്രത്യേകതയ്ക്ക് കാരണം? കാരണം ഞാൻ എപ്പോഴും പറയും, അവർ ചേർക്കുന്ന ചേരുവയോടൊപ്പം തന്നെ ആ മനസ്സറിഞ്ഞ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മനസ്സറിഞ്ഞ് ഉണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ അരിയോടൊപ്പം, അതിന്റെ മസാലയോടൊപ്പം ഒരു സ്നേഹം കലർത്തി കൊടുക്കുന്ന ഒരു രീതി അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ ഭക്ഷണത്തിന് അതിയായ ടേസ്റ്റ് ഉണ്ടാകുന്നു. ചില ഹോട്ടലുകളിൽ ഭയങ്കര തിരക്കാണ്. അവിടെ ചായയുടെ ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ചായ ഉണ്ടാക്കുന്ന ആ രാഘവേട്ടന്റെ, ബാബുവേട്ടന്റെ ആ ഒരു ഇടപെടൽ, ആ ഒരു സമീപനം, അത് ആ ഒരു ചായയിൽ ഒരു സ്നേഹമായിട്ട് കലർത്തുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇവിടെ ബാവ സാറ് AI ടൂൾസിന്റെ എക്സ്പേർട്ട് ആണ്. നമ്മളുടെ പിന്നെ അക്കാദമിയിൽ കോഴ്സുകൾ കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അക്കാദമിയിൽ കോഴ്സുകൾ കൊടുക്കുന്ന സമയത്ത് ആ ബാവ സാറ് കാണിക്കുന്ന ഒരു സമർപ്പണമുണ്ട് അല്ലെ? അതെങ്ങനെയാണ് കിട്ടുന്നത്? അത് സാറ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഹി ലവ്, അല്ലെ? ആ ഒരു ടീച്ചിങ്ങിനെ ലവ് ചെയ്യുന്നു, അതൊരു പാഷനായിട്ട് കാണുന്നു. അപ്പൊ ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ രൂപത്തിൽ ആ ഒരു പാഷനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട്, സുന്ദരമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ വി ഹാവ് ടു ട്യൂൺ, അല്ലെ? നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളുടെ ഡയറിയിൽ നമ്മൾ ഒന്ന് എഴുതി നോക്കുക, എന്താണ് എൻ്റെ പാഷൻ?
എനിക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു എൻജോയ്മെന്റ് കിട്ടുന്നത് എന്ന് നമ്മൾ എഴുതുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉടനടി ായിട്ടുള്ള ചില രീതികളും ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകണം. അതല്ലാതെ ഇപ്പൊ നിലവിലുള്ള ഒരു ജോലി ഇനി എന്റെ പാഷൻ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഉടനടി ഇട്ടെറിഞ്ഞു പോവല്ല. മറിച്ച് നിങ്ങളൊരു മെന്ററെ കണ്ടെത്തി അത് അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം, ഏതൊക്കെ രീതിയിൽ തുടങ്ങണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഗൈഡൻസ് മേടിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ദുബായിൽ 13 വർഷം വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ കരിയറിനെ ട്രെയിനിങ്ങിലേക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തു അല്ലെ എന്ന് വിചാരിച്ച് വേറൊരാൾ ഇത് കാണുന്ന സമയത്ത് എങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. മറിച്ച് അതിനൊരു സാവകാശം ആവശ്യമാണ്, അതിനൊരു പ്ലാനിങ് ആവശ്യമാണ്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒന്നായിട്ട്, ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും പറ്റും. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും സ്വന്തമായിട്ട് ഒരു നിഷ് മാർക്കറ്റിൽ ഒരു ബിസിനസ് തുടങ്ങണം. നമ്മുടെ ട്രെയിനേഴ്സ് ക്ലബിലുള്ള പ്രിയപ്പെട്ട, ഇവിടെ ആരൊക്കെയുണ്ട് ട്രെയിനേഴ്സ് ക്ലബിലുള്ള ആൾക്കാർ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ട്രെയിനേഴ്സ് ക്ലബിലുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തരും ഇൻഡിവിജ്വലി ഒരു ബിസിനസ് തുടങ്ങണം അല്ലെ? ആരൊക്കെയുണ്ട് ട്രെയിനേഴ്സ് ക്ലബിലുള്ള ആൾക്കാർ? അവർക്ക് നമ്മൾ അങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. എല്ലാവരോടും ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ലോഗോ, സ്വന്തമായിട്ട് ഒരു ബിസിനസ്, അങ്ങനെ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പറ്റും. ഇക്കാലത്ത് പറ്റാത്തതായിട്ടൊന്നുമില്ല. ചെറിയ കുട്ടികൾ വരെ തുടങ്ങി. പിന്നെയാണ് നമുക്ക് ചെറിയ ചെറിയ കുട്ടികൾ വരെ സ്വന്തമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് പല സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആദ്യത്തെ ഘട്ടം നിഷിന്റെ പാഷൻ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് യു ഗുഡ് അറ്റ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഡയറിയിൽ നമ്മൾ എഴുതേണ്ടത്, നമ്മൾ പാഷനെ ആദ്യം നോക്കുക. എന്താണ് എൻ്റെ പാഷൻ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് വാട്ട് ആർ യു ഗുഡ് അറ്റ്. നിങ്ങൾ എന്തിലാണ് ഏറ്റവും നന്നായിട്ട്, നിങ്ങൾക്ക് എന്തിലാണ് നല്ല സ്കില്ലുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കില്ലുള്ളത്. പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാകും. അപ്പൊ ആ സ്കില്ലുകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം, മനസ്സിലാക്കണം. അപ്പൊ ആ സ്കില്ലുകൾ എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നോക്കുക. ചില ആളുകൾക്ക് നല്ല ലിസണിങ് സ്കില്ലായിരിക്കും. അതെന്താ ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടിരിക്കാനുള്ള കഴിവ് അല്ലെ? ഭയങ്കര കേട്ടിരിക്കാനുള്ള ഒരു കഴിവാണ്. അപ്പൊ ഒരാൾക്ക് ഒരു പിന്നെ ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല ലിസണിങ്, ആരെങ്കിലും ഒക്കെ ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ട് എത്ര സമയം വേണമെങ്കിലും, അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും എന്താണ് ലിസണിങ് സ്കില്ലുണ്ട്. ചില ആളുകൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലായിരിക്കും. അതെന്താ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അപ്പൊ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളൊക്കെ ആരെങ്കിലൊക്കെ വിളിക്കാറുണ്ടാവുമല്ലോ ഇതേപോലെ. ആരെങ്കിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കുക, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, നമുക്കത് പിന്നെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ അവര് ഉടനെ തന്നെ പറയും എന്ത്, നിനക്കിത് ഇങ്ങനെ ചെയ്തൂടെ? അപ്പൊ നമ്മളെന്നെ ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നേ? എനിക്ക് അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പോ ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര കപ്പാസിറ്റി ആയിരിക്കും. ചില ആളുകൾക്ക് എന്താണ് ക്രിയേറ്റിവിറ്റി, ഭയങ്കര അപാരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്വിച്ച് ബോർഡ് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുക, അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിന്റെ മുകളിൽ ചില ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചേക്കും, ഇങ്ങനെ ട്രീയുടെ. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയ സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലേക്ക് വരാൻ നേരത്ത് വൈഫ് മക്കളുടെ 2 സൈക്കിൾ ഉണ്ട്. ചെറിയ മോന് 2 സൈക്കിൾ ഉണ്ട്. 2 സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ കംപ്ലൈന്റ് ആയി കിടക്കുന്നു, വേറെ സൈക്കിൾ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഈ 2 സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്, രണ്ടും കംപ്ലൈന്റ് ആയി കിടക്കുകയാണ്. എന്നിട്ട് അവൾ എന്താണ് ചെയ്യണത്? ഞാൻ രാത്രി വീട്ടിലെത്തിയ സമയത്ത് എനിക്കൊരു സംഭവം കാണിച്ചു തരാണ്. ഇത് രണ്ടിനെയും മിക്സപ്പ് ചെയ്തിട്ട് വേറൊരു പുതിയൊരു സാധനമാക്കി. പുതിയൊരു സാധനം വെച്ചാൽ പുതിയൊരു സൈക്കിള്. രണ്ടിന്റെയും പാർട്ടുകൾ എടുത്തിട്ട് രണ്ടും കൂടി മിക്സപ്പ് ചെയ്തിട്ട് നല്ല അടിപൊളി സൈക്കിളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ മോൻ അവിടെ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ചവിട്ടി നടക്കുന്നുണ്ട്. അപ്പൊ ആള്
എപ്പോഴും ക്രിയേറ്റിവിറ്റിയാണ്. എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് പിന്നീട് അത് യൂസ്ഫുൾ ആക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ച് അതിലൊരു സ്റ്റഡി നടത്തി അതിലൊരു ക്രിയേറ്റിവിറ്റി, ഒരു പുതിയ സംഭവം അതിലെപ്പോഴും ഉണ്ടാവും. എന്നാൽ എന്നെ സംബന്ധിച്ചുള്ളത് അത്ര ക്രിയേറ്റീവ് അല്ല. ചിലപ്പോൾ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അത്ര അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ എടുത്തിട്ട് മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ അതവിടെ ഒരു ക്രിയേറ്റിവിറ്റി, ചില ആളുകൾക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇടപെടലുകൾ അവർക്ക് നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായി, ചില ആളുകൾക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ പവറാണ്. എത്ര നേരം സംസാരിക്കാം, നമ്മൾ പറയുന്ന കാര്യങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ചില ആളുകൾക്ക് ഉണ്ടാകും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ, ഓരോ സ്കില്ല് ഉണ്ടാകും. അപ്പൊ സ്കില്ല് പറയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, സ്കില്ലും ടാലന്റും ഉണ്ട്. എന്താണ് സ്കില്ലും ടാലന്റും എന്ന് പറയുന്നത്? ടാലന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്. എന്നാൽ സ്കില്ല് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ല, ജന്മനാ ചില ആളുകൾക്ക് ചില കഴിവുണ്ടാവും, ചിലപ്പോൾ പാടാനൊക്കെ ജന്മനാ കഴിവുണ്ടാവും, പക്ഷെ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. ചില ആളുകൾക്ക് ജന്മനാ വരയ്ക്കാൻ നല്ല കഴിവായിരിക്കും, ജന്മനാ കിട്ടുന്ന കഴിവുണ്ടാവും വരയ്ക്കാൻ. ഒരു ആർട്ട് ക്ലാസ്സിനും പോയിട്ടുണ്ടാവില്ല, പക്ഷെ വരയ്ക്കാൻ നല്ല കഴിവുണ്ടാകും. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പക്ഷെ ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണമല്ലോ. എത്ര ടാലന്റ് ഉണ്ടായി കഴിഞ്ഞാലും സ്കില്ലായി കഴിഞ്ഞാൽ, സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരും. ചില ആളുകൾക്ക് ജന്മനാ നല്ല ആർട്ടിൽ കഴിവുണ്ടാവും, ചില ആളുകൾക്ക് ജന്മനാ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ വർക്ക് ചെയ്ത് സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാലും. പക്ഷെ ഈ സ്കില്ലുള്ള ആള് ഹാർഡ് വർക്ക് ചെയ്ത് ചിലപ്പോൾ ഈ ടാലന്റ് ഉള്ള ആളിന്റെക്കാൾ കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളൊരു ട്രെയിനർ ആണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിൽ എന്താണെന്ന് കണ്ടെത്തണം. നമ്മൾ ചിലപ്പോ നമ്മളൊരു ഇമാജിനേഷനിൽ നിന്നിട്ട് നമ്മൾ ചിലപ്പോ എപ്പോഴും തീരുമാനിക്കുന്ന വെച്ചാൽ എനിക്കൊരു കൗൺസിലർ ആകണം എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഡ്രീമൊക്കെ കാണും, ഗോളൊക്കെ സെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കൗൺസിലർ എന്താ ചെയ്യുന്നത്? കൗൺസിലർ കേൾക്കുന്നു. ഒരാള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യാ? കേട്ടിരിക്കണം. 1 മണിക്കൂറൊക്കെ ഇങ്ങനെ എന്താണ് കേൾക്കണം. അപ്പോ ലിസണിങ് സ്കിൽ എനിക്കുണ്ടോ? അല്ലെ? വാട്ട് യു ആർ ഗുഡ് അറ്റ്. എനിക്കൊരു ക്ഷമയില്ല, എനിക്ക് കേൾക്കാൻ ആരെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കേൾക്കാറില്ല. ഇങ്ങനത്തെ ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് കൗൺസിലർ ആകാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരാള് വരുന്ന സമയത്ത് എനിക്ക് ആളെ കേൾക്കാൻ പറ്റില്ല. അപ്പൊ കേൾക്കാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോ ഇതാണ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് രണ്ടാമതായിട്ട് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പാഷനെ കണ്ടെത്തുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്കില്ലിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്തൊക്കെ സ്കില്ലാണ് എനിക്കുള്ളത്, എന്തൊക്കെ സ്കില്ലാണ് പിന്നെ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന, നമുക്കൊരു പാഷൻ ഉണ്ട്, നമുക്കൊരു സ്കില്ലുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ നമുക്ക് ഒരു ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ പരിവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കൊരു ഇൻകം കിട്ടുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ പരിവർത്തിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്കൊരു ഇൻകം ആക്കി ഇതിനെ മാറ്റാൻ പറ്റുമോ? എനിക്ക് നല്ല പാഷൻ ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് നല്ല സ്കില്ലുണ്ട്, ഇതിനെ നമുക്കൊരു ഇൻകം കിട്ടുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആകണം എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്താകണം? നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആകണം. അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഏറ്റവും മനോഹരമായിട്ട് അതിനെ നിർവഹിക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക.
ഏറ്റവും മനോഹരമായിട്ട് അതിനെ നിർവഹിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ നമ്മൾ എന്താക്കി മാറ്റുന്നു? അതിനെ ഒരു ഇൻകം കിട്ടുന്ന ഒന്നാക്കി നമുക്കതിനെ ഈസ് ദർ എ മാർക്കറ്റ് ഫോർ മൈ നിഷ്. വെറുതെ കുറെ പാഷൻ ഉണ്ട്, കുറെ സ്കിൽ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻകവും കിട്ടൂല. ഒരു ഇൻകം കിട്ടാത്ത ഒരു മേഖലയാണെങ്കിൽ, അല്ലെ, നമുക്കൊരു ഇൻകം ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ ഇൻകം ഒന്നും വേണ്ട എന്നുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു ഇൻകം ഒക്കെ ഉണ്ടാവണമല്ലോ, അല്ലെ. ഇപ്പൊ നമ്മളൊരു സെക്കൻഡറി ഇൻകം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. സെക്കൻഡറി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ടീച്ചർമാരായിരിക്കും, അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷെ ഒരു സെക്കൻഡറി ഇൻകം, ഒരു സെക്കൻഡറി കരിയർ എന്നൊക്കെ നമ്മൾ പറയും. നമ്മളിപ്പോ നിലനിൽക്കുന്ന എല്ലാ കരിയറുകളും ഒരു 10 വർഷം കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞാൽ അപ്രസക്തമാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് കാലത്ത് ഞാൻ ഈ അടുത്ത് ഒരു ഒരു പഴയ ആളുകളുടെ ഒരു കൂട്ടായ്മ, അപ്പൊ അവര് ഈ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, അവരുടെ ഒരു പിന്നെ കൂട്ടായ്മയിൽ പോയി ഈ സമയത്ത്. അപ്പൊ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം, പണ്ടുള്ള ആളുകളൊക്കെ ഇതിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പണ്ട് കാലത്ത് വണ്ടി ഓടിക്കാൻ പഠിച്ചിരുന്നത് ഒരു പണിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഡ്രൈവിങ് പഠിക്കാൻ പോയിരുന്നത് എന്തിനാണ്? ജോലി ആവശ്യാർത്ഥാണ്. ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു ജോലിയായിരുന്നു പണ്ടുകാലം. അതായത് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊക്കെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോവാ, DTP പഠിക്കാൻ പോവാ, അങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കാൻ പണ്ട് കാലത്ത് പോയിരുന്നു. ഇതേപോലെ തന്നെ ഡ്രൈവിംഗ് എന്ത് ചെയ്യാ? ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജോലി കിട്ടും. നാട്ടിൽ ജോലി കിട്ടും, ഗൾഫിൽ പോയാൽ ജോലി കിട്ടും. ഇങ്ങനെ ഒരു ജോലി ആവശ്യാർത്ഥത്തിനായിരുന്നു പണ്ട് കാലത്ത് ഡ്രൈവിംഗ് പഠിച്ചത്. പക്ഷെ ഇന്നെങ്ങനെയാണ്? ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മള് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ത്? ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡ്രൈവിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മനോഹരമായിട്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നത്. എന്നതുപോലെ നമ്മളിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മേഖല, ടീച്ചിങ് ആവട്ടെ, ഇപ്പോ AI വന്നു, അല്ലെ. AI വന്നു. അപ്പൊ ഇനി സെപ്പറേറ്റഡ് ആണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം AI ഉപയോഗിക്കുന്നവർ. നിങ്ങളിപ്പോ ഏത് പോസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ കാണാം, അല്ലെ, AI ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രിഫറൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും വേഗതയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓരോ ടെക്നോളജിയെയും നമ്മൾ അക്വയർ ചെയ്ത് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ബിസിനസ്സിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാവുക. നല്ല ഹാർഡ് വർക്കാണ്, പക്ഷെ പ്രൊഡക്ടിവിറ്റി ഇല്ല. എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് നമ്മളിരുന്ന് മലയാളത്തിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്, ടൈപ്പ് ചെയ്തിട്ട്. എന്നാൽ നമുക്ക് അതിനേക്കാൾ അപ്പുറത്ത് അതാ ഒരു AI ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ സംഭവത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വോയിസ് റെക്കോർഡോ വോയിസ് ടൈപ്പിങ്ങോ ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അപ്ഡേറ്റഡ് ആകുന്നില്ല. അപ്പോ ഈ ഒരു നിഷിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ ആകണം, എക്സ്പേർട്ട് ആകണം. ഞാൻ അതിനെ തന്നെ മാസ്റ്റർ ആകുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയാ. നിങ്ങളുടെ നിഷ്, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പാഷൻ ആവട്ടെ, നിങ്ങൾ കണ്ടെത്തിയ സ്കില്ലാവട്ടെ, അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു ചെറിയ നിഷിനെ കണ്ടെത്തുക. ഏറ്റവും ചെറിയ നിഷിനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ മാസ്റ്റർ ആവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നിഷ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പോ മൈക്രോ പൊസിഷനിങ് എന്നാണ് നമ്മൾ പറയാ. പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് മൈക്രോ പൊസിഷനിങ്. അപ്പോ ഇവിടെ മൈക്രോ പൊസിഷനിങ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? ലോകത്ത് എത്രയോ ആളുകളുണ്ട്. അത്രയും ആളുകള് അത്രയും ആളുകൾ നമ്മളുടെ കസ്റ്റമേഴ്സ് ആണ്, നമ്മുടെ ക്ലയന്റ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും കേൾക്കാൻ ഒരു മനുഷ്യന്മാരില്ലാന്ന്. അതൊക്കെ തോന്നലാണ് നമ്മളുടെ. ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്ന അനേകായിരം ആളുകളുണ്ട്. നമ്മളൊരു നിഷ് കണ്ടെത്തി നമ്മൾ അതിലൊരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അവരിലേക്ക് എത്തിക്കാൻ എന്ത് എളുപ്പമാണ് ഇപ്പോ. നമ്മൾ ഈ സ്ഥിരം യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോ
ഒരു മാക്രോ നിഷ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമുക്ക് അവിടെ ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, നിങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനെസ്, ഒരു ഉദാഹരണം പറയാണ്. ഒരു മാക്രോ നിഷ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. അപ്പൊ എനിക്കൊരു ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ അതൊരു മാക്രോ നിഷ് ആണ്. അതിലൊരു മൈക്രോ നിഷ് നമ്മൾ കണ്ടെത്താം. എന്താണ്? വെയിറ്റ് മാനേജ്മെന്റ്. ഒരാൾക്ക് വെയിറ്റ് മാനേജ് ചെയ്യണം, വെയിറ്റ് മാനേജ്മെന്റ് കോച്ച്. ഞാനതിൽ എക്സ്പെർട്ട് ആണ്, അതല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് മാനേജ്മെന്റ് കുറച്ചും കൂടിയും താല്പര്യമുള്ള ഒരു മേഖലയാണ്. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലാണ് ഏറ്റവും കൂടുതൽ മേഖല. അതിൽ തന്നെ ഞാൻ കുറച്ചും കൂടിയും എനിക്ക് താല്പര്യമുള്ള മേഖല വെയിറ്റ് മാനേജ്മെന്റ് ആണെന്ന് കരുതാം. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? വെയിറ്റ് മാനേജ്മെന്റിലേക്ക് വരുന്നു. ഇനി അതിന് നമ്മൾ അതിലൊരു പ്രോബ്ലം കാണുന്നു എന്നുള്ളതാണ്. പ്രോബ്ലം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ എന്തൊരു വിഷയമായി കഴിഞ്ഞാലും ഒരു പ്രോബ്ലത്തിനാണ് ശരിക്കും ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്. നമ്മൾ ഒരു ബിസിനസ് ആയി കഴിഞ്ഞാലും ഒരു ടീച്ചർ ആണെങ്കിലും ട്രെയിനർ ആണെങ്കിലും ഒക്കെ, അതായത് ഒരു പ്രോബ്ലം, അതായത് ഇപ്പൊ ഒരു ഉദാഹരണം, ഹൗ ടു ഫൈൻഡ് എ നിഷ് എന്ന് നിങ്ങൾ പോസ്റ്റർ കണ്ട സമയത്ത് ഒരു നിഷ് എങ്ങനെ കണ്ടെത്താം. അപ്പോ നിങ്ങൾക്ക് എവിടെയോ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു സ്റ്റക്ക് ഉണ്ട് അല്ലെ? ആ സ്റ്റക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളൊരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെയിൻ പോയിന്റ് എന്ന് പറയും. പെയിൻ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും പെയിൻ ഉണ്ട്, നമുക്കും ഉണ്ട് പെയിൻ. അപ്പൊ നമുക്കുള്ള പെയിൻ, നമുക്ക് പല പെയിനുകളുണ്ട്. ആ പെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും പല ആളുകളെ നമ്മൾ സമീപിക്കുന്നത്. ചിലപ്പോൾ ഒരു കടയിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു പെയിനാണ്. ഒരു സാധനം മേടിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പെയിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു കടയിലേക്ക് സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടാവും നമുക്ക്. ഒരു കടയിൽ ഡെലിവറി ഉണ്ട്, വേറൊരു കടയിൽ ഡെലിവറി ഇല്ല. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക? നമ്മൾ ഡെലിവറി ഉള്ളത്, കുറച്ചുകൂടി എളുപ്പമാണല്ലോ അല്ലെ? അപ്പോ നമ്മളുടെ പെയിൻ ആയിരുന്നു എന്ത്? നമുക്കൊരു പെയിൻ ഉണ്ടായിരുന്നു എന്ത്? അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടണം. അപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ ഇരിക്കുന്നു, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ചായ കുടിക്കണം എന്ന് തോന്നി. അപ്പൊ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്, 2 ഹോട്ടൽ ഉണ്ട്. ഒരു ഹോട്ടലിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി ചായ കുടിക്കണം. ഒരു ഹോട്ടലിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ട് കൊണ്ടുതരും. അപ്പോ എന്താണ് എന്റെ ഏത് പെയിനാണ്? എനിക്കുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് അവിടെ പോയി ഇരുന്ന് ഓർഡർ ചെയ്ത് പൈസ കൊടുത്ത് ഇങ്ങോട്ട് വരുന്ന എന്റെ ഒരു സമയം 15 മിനിറ്റ് എന്റെ നഷ്ടപ്പെടും. അതെനിക്ക് വാല്യുബിൾ ആണ്. അപ്പൊ ആ ഒരു പെയിനെ അവരെന്ത് ചെയ്തു? പരിഹരിച്ചു. അവരെന്ത് ചെയ്തു? ഒരു ഡെലിവറി ബോയിനെ വെച്ചു. അപ്പൊ ഇതേപോലെ നമ്മളൊരു പെയിൻ കണ്ടെത്തിയിട്ട് അവർക്കൊരു എന്താണ്? ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്താണ്? ഒരു പെയിൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇവിടെ എന്താണ്? ഒരു പ്രോബ്ലം, വെയിറ്റ് ആണ് പ്രോബ്ലം. വെയിറ്റ് മാനേജ്മെന്റിലേക്ക് വന്നു, വെയിറ്റ് ആണ് അവരുടെ പ്രോബ്ലം. ഓരോരുത്തർക്കും വെയിറ്റ് കൂടുന്നത്, വെയിറ്റ് കുറയുന്നത് ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് എന്താണ്? മാക്രോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വെയിറ്റ് ആണ് പ്രോബ്ലം. പിന്നെ അവിടെ മാക്രോ മെത്തേഡ്, ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ്? അത് നമ്മൾ ഓൺ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കാം, നമ്മളുടെ ഒരു ഓൺ സൊല്യൂഷൻ ആയിരിക്കാം. അതായത് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ, ഒരു ഉദാഹരണം പറയാണ്, ഇതൊരു സാമ്പിൾ ഒരു സാധനമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു നിഷിനെ നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഒക്കെ അപ്പൊ മാക്രോ മെത്തേഡ് എന്ന സമയത്ത് ഇവിടെ എന്താണ്? നമ്മുടെ ഒരു ഓൺ, നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണ്ട? നമ്മള് പിന്നെ അടിച്ചു മാറ്റണ്ട. ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? അടിച്ചു മാറ്റണ്ട. നമുക്കൊരു യുണീക്ക്നെസ് ഉണ്ടാവണം. അടിച്ചു മാറ്റണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങനെ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് എനിവേ നമ്മൾ കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു സാധനത്തിന്. വിജയിക്കൂല, സക്സസ് ആവൂല. നമ്മുടെ ഒരു സാധനം അതിൽ എപ്പോഴും ഉണ്ടാവും, ഒരു കോൺട്രിബ്യൂഷൻ, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെ? ഇപ്പൊ ഞാൻ ട്രെയിനിങ് കോച്ചാണ്. എന്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ട്രെയിനർമാരുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ കുറെ ട്രെയിനർമാരുണ്ട് അല്ലെ? അപ്പോ എനിക്ക് അതിലൊരു യുണീക്ക്നെസ്, ഞാൻ എന്തോ ഒരു യുണീക്ക്നെസ് അതിൽ കൊണ്ടുവരണം അല്ലെ? എന്റെ ട്രെയിനേഴ്സിന് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അവർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്തും എന്റെ ഒരു യുണീക്ക്നെസ് അതിലുണ്ടാവണം. അതല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഞാനും ചെയ്യുന്നു. ഒരു വ്യത്യസ്തത വേണ്ടേ? എന്റെ അടുത്ത് വന്ന ഒരാൾ, എന്റെ ട്രെയിനിങ്ങിന് വന്ന ഒരാൾ, ആള് പിന്നെ പോകാൻ പാടില്ല, ആൾ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അത് എന്റെ മിടുക്കാണ്, അതെന്റെ യുണീക്ക്നെസ് ആണ്, അതെന്റെ സിൻസിയാരിറ്റി ആണ്, അതെന്റെ അപ്രോച്ച് ആണ്.
അത് ഞാൻ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റിയാണ്. അതെന്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കും, അല്ലേ? അപ്പോ ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടേതായിട്ടുള്ള ഒരു നിങ്ങൾ ഏത് നിഷിൽ വർക്ക് എന്തിലായി കഴിഞ്ഞാലും, ഏത് നിഷിലായി കഴിഞ്ഞാലും, അല്ലെ? ചില കടകളിൽ നമ്മൾ എന്താണ്, ചില കടകളിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്തിരി പൈസ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. കാരണം എന്താണ്? ഒരു കൃത്യമായിരിക്കും, ഒരു പ്രൊഫഷണാലിറ്റി ഉണ്ടാവും, പറഞ്ഞ വാക്കിന് തരും സാധനം. ചില തയ്യൽക്കാരുണ്ടാവും, ആ തരാലോ, നാളെ രാവിലെ തരാലോ എന്ന് പറയും. നാളെ രാവിലെ പോകുമ്പോൾ എന്താണ്, നാളെ രാവിലെ കിട്ടൂല. ഓ സോറി കേട്ടോ, ഞാനത് മറന്നുപോയി എന്ന് പറയും, വൈകുന്നേരം തരാന്ന് പറയും. എന്നാൽ അപ്പുറത്ത് ഒരു 100 രൂപ കൂടുതലാണ് ഒരാളെ മേടിക്കുന്നത്, പക്ഷെ പക്ക തരും. നമ്മൾ അവിടെ പോയി കൊണ്ടു കൊടുക്കും, 100 രൂപ പോയാലും കുഴപ്പമില്ല, കറക്റ്റ് സമയത്തിന് കിട്ടൂലേ, അല്ലേ? അപ്പോ ഇത് ഒരു സമീപനമാണ്, നമ്മുടെ ഒരു യുണീക്നെസ് നമ്മൾ അതിൽ കൊണ്ടുവരാൻ പറ്റണം. അതില് ഏറ്റവും പ്രധാനം നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ്. നമ്പർ 1 അതാണ് ഈ നിഷില് അടുത്ത പോയിന്റ് വരുന്നത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ബ്രാൻഡിങ്, നമ്മളെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് തന്നെ ക്രെഡിബിലിറ്റി, നമ്മളുടെ പെരുമാറ്റമാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളൊരു പ്രൊഡക്റ്റിനെ ബ്രാൻഡായിട്ട് പറയാം. സാംസങ് എന്നുള്ളത് ഒരു ബ്രാൻഡായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓരോരുത്തരും ബ്രാൻഡായിട്ട് മാറണം. അതെങ്ങനെ ബ്രാൻഡായിട്ട് മാറാം? ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ക്രെഡിബിലിറ്റിയാണ്, അതൊരു വാല്യൂ ആണ്, ഒരു മൂല്യം ഉണ്ടാകും, മൂല്യം, ഒരു വിശ്വാസ്യത. അത് എവിടെന്നാ വരുന്നത്? നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. ഞാൻ പിന്നെ ട്രെയിനിങ്ങിന് എന്താ പൈസ ഒക്കെ മേടിച്ചതിന് ശേഷം എന്നെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കുകയില്ല, ഞാൻ കൃത്യമായിട്ട് മറുപടിയും കൊടുക്കൂല, ഞാൻ ക്ലാസ് കറക്റ്റ് കൊടുക്കുകയില്ല. എങ്ങനെയാണെങ്കിലും പിന്നെ എനിക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവോ? ഇല്ല. മാത്രമല്ല, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെട്ടേ സംസാരിക്കൂ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഞാൻ വെക്കും, കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കില്ല, കൃത്യമായിട്ടുള്ള അപ്രോച്ച് ഇല്ല. അപ്പൊ അവിടെ ബ്രാൻഡ് വാല്യൂ ഇടിയും. ബ്രാൻഡിനെ നമ്മൾ എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സംസാരം, നമ്മളുടെ ഇടപെടല്, നമ്മളുടെ സമീപനം, എന്തിലും ഒരു വ്യത്യസ്തത നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഞാൻ എപ്പോഴും എങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളുടെ അക്കാദമിയിൽ പലവിധ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നവരുണ്ടാവും. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചാണ്, നമുക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, നമുക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് പോരാ, നമുക്ക് പ്രിന്റഡ്. അപ്പൊ ട്രെയിനേഴ്സ് ട്രെയിനിങ് കോച്ചിങ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ആ കോഴ്സ് ഫീയുടെ കൂടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ലാമിനേറ്റ് പിന്നെ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം. അപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ നമ്മളത് ലാമിനേറ്റ് ചെയ്ത് വീട്ടിലേക്ക് എത്തുക. ഒരു ഓൺലൈൻ ട്രെയിനിങ് ആണെങ്കിലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ട് നമ്മൾ കിട്ടുമ്പോഴുള്ള ഒരു അനുഭൂതിയുണ്ട്. അങ്ങനെ നമ്മൾ അതിനെ ഏറ്റവും മനോഹരമായിട്ട് അതിനെ മാറ്റി. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ, നമ്മൾ എന്തൊക്കെയാണോ അതിൽ നമ്മുടേതായിട്ടുള്ള ചില രീതികൾ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റുക, നമ്മൾ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് മെത്തേഡുകൾ നമുക്ക് അതിൽ കിട്ടും. അതെന്ത് ചെയ്യുക, നമ്മൾ എഴുതുക. അതാണ് നമ്മളുടെ ആ ഒരു മെത്തേഡ്, മൈക്രോ മെത്തേഡ്. ഇവിടെ ഞാനിത് എക്സസൈസ് വിത്തൗട്ട് എക്യുപ്മെന്റ് ഒന്നും ഇല്ലാതെ എക്സസൈസ് ചെയ്യുക, അതൊരു മെത്തേഡാണ്. ഇനി മൈക്രോ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരാണ് നമ്മൾ ടാർഗറ്റ്? ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, മലയാളികളെയാണോ, ഏത് പിന്നെ ടീമിനെയാണ് നമ്മൾ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? ലാംഗ്വേജ് ടാർഗറ്റ് ആണ്. അടുത്തത് മൈക്രോ മാർക്കറ്റ് ആണ്. അപ്പൊ ഇത് നടത്തുന്ന ഒരു ലേഡിയാണെന്ന് കരുതാം. ഇപ്പൊ ഒരു ലേഡിയാണ് ഇപ്പൊ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ അവര് വിചാരിക്കുകയാണ് നമുക്ക് വുമൻസിനെ ടാർഗറ്റ് ചെയ്യാം. അപ്പോ ജെൻസിൽ നിന്ന് എന്താണ് കുറച്ചും കൂടി താന്നു, അല്ലെ? വുമൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. എന്താണ്, മാർക്കറ്റ് നിശ്ചായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ടാർഗറ്റ് വെറും വുമൻസ് അല്ല, എന്താണ്, പ്രഗ്നന്റ് വുമൻസ്. ഓ ഓക്കെ, പ്രഗ്നന്റ് വുമൻസിന് മാത്രമേ ഇവർ കൊടുക്കുള്ളൂ. ഇവരുടെ വെയിറ്റ്, ചില ലേഡീസിന് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വെയിറ്റ് ഒരു പ്രശ്നമായിട്ടൊക്കെ മാറും. അപ്പോ ഇവരെന്താ ചെയ്യുന്നത്? പ്രഗ്നന്റ് വുമൻസിന് മാത്രമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. മൈക്രോ ഫോക്കസ്. അതോ ഈ പ്രഗ്നന്റ് വുമൻസിൽ തന്നെ എന്താണ്, 6 മാസത്തിനുള്ളിൽ
ഉള്ള ആളുകൾക്ക് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് അവർ പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അതിനൊരു നെയിമും എന്താണ്, യുണീക്ക് നെയിം ഫോർ ഫോർമുല, ഐഡിയൽ വെയിറ്റ് ഫോർമുല അവർ ജസ്റ്റ് എഴുതിയതാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു 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 നിശ്ചയിലുള്ള ഒരു ഫോർമുല, അതിനൊരു പേര് നമ്മൾ കണ്ടെത്തുക, ആ രൂപത്തിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു നിഷിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണം. അതായത് ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ ഒരു ലേഡി വർക്ക് ചെയ്യുന്നു, അവർ വെയിറ്റ് മാനേജ്മെന്റ് കോച്ചായിട്ട് അവരെന്തിനാണ് വെയിറ്റിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ കൊടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സസൈസിലൂടെ മാത്രം, എക്യുപ്മെന്റ്സും ഇല്ലാതെ എക്സസൈസിലൂടെ മാത്രം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. മലയാളികളെ ഫോക്കസ് ചെയ്യുന്നു, അതിൽ തന്നെ വുമൻസിനെ പിന്നെ ഫോക്കസ് ചെയ്യുന്നു, അതിൽ തന്നെ പ്രഗ്നന്റ് വുമൻസിനെ ഫോക്കസ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആൾക്കാരെ കിട്ടുമോ? നമ്മളെ ഏരിയയിൽ ഇപ്പൊ എത്ര പ്രഗ്നന്റ് വുമൻസ് ഉണ്ടാകും? ആകെ കുറച്ച് 5-6 ആളല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെ മാർക്കറ്റ് നമ്മളുടെ വില്ലേജ് മാത്രമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് അത്രയും കുടുസായിട്ട് നമ്മൾ ചിന്തിക്കുന്നവരായിട്ട് മാറുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ വേൾഡ് നമ്മളുടെ മാർക്കറ്റാണ്. എൻറ്റയർ വേൾഡില് മലയാളികളില്ലേ? ഇപ്പൊ ഇവിടെ തന്നെ നമ്മളുടെ ഈ ഒരു പിന്നെ പ്രോഗ്രാമിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ലോകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗത്തുള്ള ആൾക്കാരുണ്ട് അല്ലെ? കേരളത്തിലെ തന്നെ പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. ദുബായിൽ നിന്ന് ജോയിൻ ചെയ്ത ഷൈഷാദ മാം ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. അപ്പൊ ലോകത്തുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ ക്ലയൻസ് ആണ്. നമ്മൾ ഇട്ടാവട്ടത്തുള്ള ആളുകളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലയൻസ് കുറയാം. ഇന്നത്തെ കാലത്ത് നമുക്ക് വേൾഡ് വൈഡ് ആയി വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലയൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഒരു നിഷിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിലേക്കൊന്ന് ട്യൂൺ ചെയ്തിട്ട് നമ്മളുടെ ഒരു ബ്രാൻഡിനെ നമ്മളൊന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ഒരു സെക്കൻഡ് കരിയർ, നിങ്ങൾ ഇപ്പോഴുള്ള കരിയർ അങ്ങനെ തന്നെ നിർത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെക്കൻഡ് കരിയർ ബിൽഡപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സെക്കൻഡ് കരിയറിനെ പതുക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൈമറി കരിയർ ആക്കി മാറ്റാം. അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട, നമ്മുടെ പാഷനില്, നമ്മുടെ സ്കിൽസിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു സംഭവത്തെ നമുക്ക് രൂപപ്പെടുത്തിയിട്ട് അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും എന്താവില്ല, നമുക്ക് നമ്മുടെ മക്കളെ നോക്കണ പോലെയാണ് അല്ലെ? ഒരു ഉമ്മ ഒരു മകളെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു 3 മാസേ ആയിട്ടുള്ളൂ, 3 മാസം 4 മാസം ആയിട്ടുള്ളൂ. അപ്പോ ഒരു ഉമ്മ എങ്ങനെയാ കുഞ്ഞിനെ നോക്കുക അല്ലെ? ഉറക്കൊക്കെ കളഞ്ഞ് ആ ഉണ്ണിനെ എങ്ങനെ ഏത് സമയത്ത് നോക്കി അല്ലെ? പക്ഷെ ഏത് പാതിരാക്ക് എഴുന്നേറ്റിട്ട് പാല് കൊടുക്കണമെന്നുണ്ടെങ്കിലും ആ ഉമ്മാക്ക് ഒരു മുഷിപ്പുണ്ടാവില്ല അല്ലെ? അവര് ആ ഒരു മക്കളെ നമ്മൾ അങ്ങനെയാണ് നോക്കുക. നമ്മളിങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി നോക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. എന്നതുപോലെ തന്നെയാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു കരിയർ ഉണ്ടാവുക, നമ്മൾ ഇഷ്ടപ്പെട്ടതിൽ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ചാടി എഴുന്നേൽക്കാൻ പറ്റും. നമ്മൾ എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ ഇന്നറിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന സേവനം ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു സേവനമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഒരു സേവനം തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു സർവീസ് ആണ് ശരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ചില റിസൾട്ട്, ചില ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടാവും. ആ ഫീഡ്ബാക്കുകൾ ശരിക്കും നമ്മളെ അടുത്തത് ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. നമ്മളെ വെറുതെ ഇരുത്തൂല. ഞാൻ ഡിസ്കവർ യുവർ സെൽഫ് എന്നുള്ള ക്ലാസ്സിൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന പല ചോദ്യങ്ങൾ, അപ്പൊ ആ ചോദ്യങ്ങൾ പെട്ടതാണ്. നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം ഒരു സമയം നമുക്ക് വെറുതെ കളയാൻ തോന്നൂല. വെറുതെ ഒരു റീല് കണ്ട് കോമഡി കണ്ടിട്ട് വെറുതെ സമയം നമ്മൾ കളയൂല. മറിച്ച് അതിനെ എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാം എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ അടുത്ത് നമ്മളുടെ കോട്ട് വന്നപ്പോ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, തിരക്കൊരു അനുഗ്രഹമാണെന്ന്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിരക്കുകളും ഓട്ടങ്ങളും ഒരു അനുഗ്രഹമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. എപ്പോഴാ? നമുക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോ. ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക അല്ലെ? നാട്ടിൽ നിന്ന് ചില സമയത്ത് ഗൾഫിലേക്കൊക്കെ വീട്ടിൽ നിന്ന് ഉപ്പാനും ഉമ്മനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ എന്തപ്പോ ചെയ്യുക?
വീട്ടിൽ മുറ്റടിച്ചിരുന്നതാണ്. പിന്നെ അത് ചെയ്യല്, ഇത് ചെയ്യല്, അവിടെ പോല്, ഇവിടെ പോല്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളെ വെറുതെ ഒരു റൂമിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെ? ഇതേപോലെയാണ് നമ്മള് ഇപ്പൊ ചെയ്യണതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളത് അറിഞ്ഞ് ചെയ്യുക, അതിൽ നമ്മൾ ആത്മസംതൃപ്തി കണ്ടെത്തുക, അതൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഇന്നു മുതൽ തന്നെ അങ്ങോട്ട് നിഷ് കണ്ടെത്തുക. ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ, സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. അതാണ് ആക്ഷൻ നമ്പർ 1. ഏതൊരു സംഭവം വിജയിക്കാൻ അപ്പൊ തുടങ്ങുക എന്നുള്ള, ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. സംസാരിക്കാൻ അറിയാത്തവരാണോ? സംസാരിച്ചു തുടങ്ങൂ. ആരെങ്കിലൊക്കെ കാണുമ്പോൾ സംസാരിക്കൂ. എന്നതുപോലെ തന്നെ സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. നിങ്ങൾ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കരിയർ സ്വന്തമായിട്ട് നമ്മുടെ രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മേഖല നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പണിയെടുക്കുക. നമ്മൾ അതിനുവേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. അതിൽ എക്സ്പേർട്ട് ആവുക. വായിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വായിക്കുക, നന്നായിട്ട് വായിക്കുക. നല്ല പുസ്തകങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നിഷില് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക. ആ നിഷില് വർക്ക് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവര് എന്താണ് ചെയ്യുന്നത് നമ്മൾ പോകുക, നോക്കുക, അവരെ കുറിച്ച് വായിക്കുക, പഠിക്കുക, അവരെങ്ങനെയാണ് അവിടെ എത്തിയത്, ഇതിനെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുക. അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് ആവുക. ഒരു സ്പെഷ്യലിസ്റ്റ് ഏതെങ്കിലും ഒന്നില്, ഏതെങ്കിലും ഒരെണ്ണത്തില് ബി എ സ്പെഷ്യലിസ്റ്റ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് മോഡൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങളെ തേടി ആൾക്കാർ വരും, നിങ്ങളെ തേടി ആളുകൾ എത്തും. നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഉയരും, നിങ്ങളെ അന്വേഷിച്ച ആളുകൾ വരും. നിങ്ങളുടെ സർവീസ് കിട്ടിയ ഒരാൾ, അല്ലെ, നിങ്ങളൊരു ടീച്ചറാണെന്ന് കരുതുക, ഒരു ഉദാഹരണം. ഇപ്പൊ ഇന്നും കൂടി ഞാൻ എൻ്റെ ഒരു സ്റ്റുഡന്റിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞോളൂ, എന്ത് തുടങ്ങും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇപ്പൊ എന്താ കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ടീച്ചിങ് ആണ്. ഓക്കെ, ആ ടീച്ചിങ്ങിനെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ആക്കി മാറ്റാലോ. നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിച്ചു, ആ കുട്ടിയിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ട് ആ കുട്ടിയെ പരിവർത്തിപ്പിക്കാൻ ആ സർവീസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അഡ്വക്കേറ്റ്സ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രക്ഷിതാക്കളോട് പറയും, ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ട് കേട്ടാ, നല്ല ട്യൂഷനാണ് കൊടുക്കുന്നത്, അവിടെ പഠിപ്പിച്ചോ. അപ്പൊ അടുത്ത ആൾക്കാരെ അറിഞ്ഞ്, ഇത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്തേ, നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയട്ടാ, നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെക്കിട്ടാ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാതെ ആളുകൾ സ്റ്റാറ്റസ് വെക്കും. നമ്മൾ പറയാതെ ആളുകൾ നമ്മളെ കുറിച്ച് ഷെയർ ചെയ്യും. അവിടേക്ക് എത്തുന്നത് നമ്മുടെ സർവീസാണ്, നമ്മുടെ ക്വാളിറ്റിയാണ്, നമ്മളുടെ സമീപനമാണ്, നമ്മുടെ സംസാരമാണ്, നമ്മുടെ ഇടപെടലാണ്. എത്താൻ പറ്റണം നമുക്ക്. നമ്മൾ നന്നായാൽ നമ്മൾ തുടങ്ങുന്ന എന്തും ശരിയാവും. അപ്പോ അവിടെ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ തേടി ആളുകൾ വരും. എന്താണ്? നമ്മുടെ കൂടെ കൂടാൻ. നിങ്ങൾ നിഷൊക്കെ ചെയ്ത് വന്ന് നിങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നന്നായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ കൂടാൻ ആൾക്കാർ വരും. നമ്മളെ ഒന്ന് കൂടി കൂട്ടോ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടും. അപ്പൊ ഈ രൂപത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാം. അതേപോലെ തന്നെ സംശയം, ഇത് ഒരു വലിയ മേഖലയാണ്, പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. നോർമലി നമ്മൾ ബുധനാഴ്ചകളിൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ക്ലാസ്സുകൾ കൊടുക്കാറുള്ളത്. നമുക്ക് 1 മുതൽ 17 ബാച്ചുകൾ കഴിഞ്ഞു, 18ാമത്തെ ബാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 1 മുതൽ 17 വരെ കഴിഞ്ഞ ബാച്ചുകളിലുള്ള ആളുകൾക്ക് എല്ലാ ബുധനാഴ്ചകളിലും ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ പബ്ലിക് ആയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും കൂടി കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം, ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞാൻ മൈക്ക് റിലീസ് ചെയ്യും കേട്ടോ.
ഹലോ, ആ ഷെഫിക് സാർ. നന്നായിട്ടുണ്ട് സാറേ. ഓക്കെ. ഞാൻ സാറിന്റെ നമ്മളെ ക്ലാസ്സിൽ നിന്നും പിന്നെ ഈ ക്ലാസ്സിൽ നിന്നൊക്കെ നിഷിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായിട്ടാ. അതിനു മുമ്പ് എനിക്ക് നിഷ് എന്ന് പറഞ്ഞ സംഭവം എന്താ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഗുഡ്. അപ്പൊ ഇനി നിഷ് ഇപ്പം അല്ല, ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ഭാഗങ്ങൾ വരുന്നുണ്ടോ നിഷിന്റെ? ഇനിയും ക്ലാസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും? നിഷ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളൊരു നിഷ് ചെയ്തതിന് ശേഷം ഒന്ന് കൂടിയാലോചിക്കാം. നമ്മളൊരു അങ്ങനെയാണല്ലേ. നിഷ് രൂപപ്പെടുത്തിയതിന് ശേഷം നമ്മളൊന്ന് പിന്നെ നമുക്കൊരു ട്രയലൊക്കെ എടുത്ത് നോക്കാം. ഒരു നിഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്കതിലൊക്കെ ആ സംഭവം നമ്മൾ പ്രവർത്തനം ചെയ്ത് നോക്കുക എന്നുള്ളതാണ്, ആക്ഷൻ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരു ഇമാജിനറി ലോകത്ത് നിന്നിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ നമുക്കത് പറ്റൂ എന്നുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് ചെയ്തു വരുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക ശരിക്കും ഇതല്ലല്ലോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു പിന്നെ ട്രെയിനറൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകണം. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ട്രയൽ എടുത്ത് നോക്കാം. 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്രെയിനിങ്ങിൽ തന്നെ കുട്ടികളെ ഫോക്കസ് ചെയ്യണോ, പേരൻസിനെ ഫോക്കസ് ചെയ്യണോ, പ്രൊഫഷണൽസിനെ ഫോക്കസ് ചെയ്യണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് നോക്കുക. പല വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് പോയിട്ട് ക്ലാസ് എടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് എവിടെ നിന്നാണ് കുറച്ചും കൂടിയും നമുക്ക് ഒരു അനുഭൂതി കിട്ടുന്നത്, അല്ലെങ്കിൽ ആരെ ട്രാൻസ്ഫോം ചെയ്യണം എന്നാണ് ചില ആളുകൾ പറയും ഇപ്പോഴത്തെ കാലത്തെ പാരന്റ്സിനാണ് ശരിക്കും ക്ലാസ് കൊടുക്കേണ്ടത് എന്ന് പറയും ചില ടീച്ചർ. ചില ആൾക്കാർ പറയും കുട്ടികളിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ടേസ്റ്റ് എവിടെയാണ് എടുക്കുന്നത്? കുട്ടികളിലാണ്. മറ്റേ പറഞ്ഞ ആളെ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നമുണ്ട്. ശരിക്കും പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അപ്പോ കുറച്ചും കൂടി മറ്റേ പാരന്റ്സിലേക്ക് കേന്ദ്രീകരിക്കണം എന്ന് വിചാരിക്കുന്ന ആള്, അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പാരന്റ്സ് ആയിരിക്കും കുറച്ചുകൂടി താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ആള് പാരന്റ്സിലേക്ക് പോട്ടെ. ഇങ്ങനെയാണ് അത് ഉണ്ടാവുക. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഇന്നത്തെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ്. എല്ലാവർക്കും ഇത് ക്ലാരിറ്റി വേണം. ഞാനൊക്കെ അങ്ങനെ ട്രെയിനിങ് എന്ന മേഖലയോട് താല്പര്യം തുടങ്ങി ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു നല്ലൊരു മെന്റർ കിട്ടുക എന്നുള്ളതാണ്. മെന്റർ നമ്മൾ തേടി പിടിക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. സർ പറഞ്ഞ പോലെ ഒരുപാട് മേഖലയിൽ അറിവുണ്ടാവും. ആദ്യം പറഞ്ഞ പോലെ അറിവുകൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ട ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിന് എന്തായാലും തീർച്ചയായും ഒരു മെന്റർ നമ്മൾക്ക് ആവശ്യമാണ്. ഒരു വർഷം എന്നെ സംബന്ധിച്ച് ഒരു വർഷമാണ് ഞാൻ എടുത്തത് ഒരു ക്ലാരിറ്റി ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട്. ഒരു നിഷ് എന്ന് പറയുന്നത് കൃത്യം ഒരു വർഷം തന്നെ എടുത്തു. ആ ഒരു വർഷത്തിനിടയിൽ എനിക്ക് ചെയ്യാവുന്നതടുത്ത് ഞാൻ ചെയ്തു. ഒരു മെന്റർ കിട്ടി. പിന്നെ അതോടൊപ്പം ട്രെയിനിങ് എന്ന മേഖല എങ്ങനെ മുന്നോട്ട് അതില് നേടാവുന്നത്ര സ്കില്ല് ഞാൻ നേടിയെടുത്തു. അങ്ങനെയാണ് എൻ്റെ ഒരു നിഷിലേക്ക് എനിക്ക് എത്താൻ പോലും കഴിഞ്ഞത്. അത് സാറിനറിയാം, ഏകദേശം ലാസ്റ്റ് മിനിറ്റ് എടുത്തു നിഷ് ശരിക്കും എനിക്കൊന്ന് ബോധ്യപ്പെടാൻ. അതുവരെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിയായിരുന്നു. മനസ്സിങ്ങനെ എവിടെ എങ്ങനെ എല്ലാരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്താണ് ശരിക്കും നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു. അന്നേരമൊക്കെ നോക്കാം, എന്തെങ്കിലും ചെയ്യും, ചെയ്യാതിരിക്കില്ല, ആ ഒരു ഉത്തരം മാത്രമായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് കിട്ടി. അതിൽ ഞാനിപ്പം നിന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇനി അതിൽ സാർ പറഞ്ഞ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാൻഡിലേക്ക് എത്തി എന്നിട്ട് വേണം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു പാത ഒരു ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇനിയുള്ള കാലവും ക്ലാരിറ്റി വേണം. അതാണ് അതിന്റെ ഒരു ശരിയായ ഒരു വശം. ഇപ്പം കിട്ടി, ക്ലാരിറ്റി കിട്ടി, പക്ഷെ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പൊ സാറിനെ പോലെയുള്ള മെന്റേഴ്സിനെയാണ് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ക്ലാസ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.
പങ്കെടുത്ത എല്ലാവരും സാറിന്റെ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടുന്ന ഉറപ്പാണ്. തീർച്ചയായും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷിബ മാം. വളരെ സന്തോഷം. ഇത് ഒരു നിഷിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഷിബ മാം. കാരണം ഷിബ മാം ഒരു വർഷത്തോളമായിട്ട് നിഷിനെ ഇങ്ങനെ കണ്ടെത്തി അതിനെ ട്യൂൺ ചെയ്ത് ഇപ്പോ ഇംഗ്ലീഷ് ട്രെയിനർ എന്നുള്ള രൂപത്തിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്വൽ അക്കാദമി തുടങ്ങി. ഇപ്പോൾ ഓൾറെഡി വിംബിൾ അക്കാദമിയായിട്ട് സംയുക്തമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇനി അതിന്റെ ഇങ്ങനെ വളർച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ എന്തായാലും സന്തോഷം. ഓൾ ദ ബെസ്റ്റ് ഷിബ മാം. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. ഓക്കെ, ഗ്രേറ്റ്. ഓൾ ദ ബെസ്റ്റ്. ഞാനിനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്റെ നിഷിക് എന്താണെന്ന് കണ്ടെത്തി തന്നത് തന്നെ സാറാണ്. എന്താണ് നിഷ്? ജാസ്മിൻ മാമിന് നിഷ് എന്താ? ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. ഞാന് കമ്മ്യൂണിക്കേറ്റീവ് അതില് മലയാളത്തില് നമുക്ക് ഇപ്പോ ഒരുപാട് ജോലിയുള്ള ആൾക്കാരുണ്ട്. ടീച്ചേഴ്സ് ആയാലും ഈവൻ ഡോക്ടേഴ്സ് പോലും ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്കാണ് അവരുടെ ആ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുന്നത്. അതല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞപ്പോ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ വേണം. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വേറെ അതിനെ റിലേറ്റ് ചെയ്ത് വേറെ പലതും വരുന്നുണ്ട്. അപ്പൊ അത് എന്നെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ട് കഴിയും, അത് എന്ന് പറഞ്ഞത് സാറാണ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ജാസ്മിന് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു മേഖലയിൽ ട്യൂൺ ചെയ്ത് അതിന്റെ ഒരു കോഴ്സ് ഒക്കെ സ്ട്രക്ചർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇങ്ങനെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും ഓരോ മേഖലകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സാർ, ഞാൻ എന്റെ നീഷായിട്ട് കണ്ടെത്തിയ ടീച്ചിങ് ആണ്. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ധാരാളം കുട്ടികളുണ്ട് സ്കൂളുകളിലൊക്കെ ആയിട്ട്. അപ്പോ ആ ഒരു മേഖല സെലക്ട് ചെയ്തുകൊണ്ട് അതില് ഫോക്കസ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാക്രോ അതേപോലെ മൈക്രോ പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ, ഈ മാക്രോ അങ്ങനെ ആകുമ്പോ ഏതൊക്കെ വരിക? എഡ്യൂക്കേഷൻ എടുത്താൽ മതിയല്ലോ. മാക്രോ നിഷ് എന്നുള്ള എഡ്യൂക്കേഷൻ എടുത്താൽ മതി. മനസ്സിലായില്ലേ? എന്നിട്ട് മൈക്രോ വരുന്ന സമയത്ത് ടീച്ചിങ് വരും. അതെ. പിന്നെ പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികള്, അവരുടെ പ്രശ്നങ്ങൾ ആ വൈഡായ ഒരു ഏരിയ ആണല്ലോ സ്റ്റുഡൻസ് എന്നല്ല. അതില് നല്ല പഠിക്കുന്നവര്, ആവറേജ് പഠിക്കുന്നവര്, ഏറ്റവും പേര് പോലും എഴുതാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്യാം. അതെ, അതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ അത് ഒരു യുണീക്ക് ഐഡന്റിറ്റി ആണ്. അതായത് ബാക്ക്വേർഡിലുള്ള കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പൊ നല്ല കുട്ടികളൊന്നും വേണ്ട നമുക്കാണ് ബാക്ക്വേർഡ് ഉള്ള കുട്ടികൾ മാത്രം മതി. അവരെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റ് ആക്കി തരും. അതായിരിക്കണം നിങ്ങളുടെ യുണീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അവരെ ഏറ്റവും മനോഹരമായിട്ട് ഷേപ്പ് ചെയ്തിട്ട് കൊണ്ടുവരിക എന്നുള്ളത് അത് ഭയങ്കര ഒരു സംഭവമാണല്ലോ. സാധാരണ സ്കൂളുകളൊക്കെ ചെയ്യുന്ന വെച്ചാൽ നല്ല ഹൈ മാർക്കുള്ള കുട്ടികളെ കൊണ്ടുവരും, എന്നിട്ട് ഞങ്ങൾക്ക് ഫുൾ A+ ആണ് എന്ന് പറയും, അതിലേക്ക് മാറ്റും. എന്നതിനേക്കാൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുക, അവരെ ഏറ്റവും മനോഹരമായിട്ട് ഷേപ്പ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് നല്ലൊരു USP ആണ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും സന്തോഷം. കുറച്ച് ഫീഡ്ബാക്കുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓവറോൾ എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്.
ഇതേപോലെയുള്ള കുറച്ച് ക്ലാസ്സുകൾ നമ്മളുടെ പിന്നെ ഫൈസൽ സി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നമ്മളെ പഴയ ക്ലാസ്സുകളൊക്കെ അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാം. ഇനി മാത്രമല്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ എന്ത് നമ്മൾ ഡിസ്കസുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. ഓക്കെ. നമ്മുടെ വിമ്പിൾ അക്കാദമിയുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much.